നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫാസ്റ്റ് ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നെയ്യാറ്റിൻകര അതിയന്നൂരിൽ വിവാദ സമാധിയിടം പൊളിക്കാനുള്ള ശ്രമത്തിനിടെ സംഘർഷം. സമാധി പൊളിക്കുന്നതിനിടെ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും രംഗത്തെത്തി. ഭാര്യയെയും മക്കളെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുകയാണ്. അരുൺ, ഈ സംഘർഷാവസ്ഥയിലേക്ക് നയിച്ച കാരണം എന്താണ്? ഹരി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പറയുന്ന വാദം, ഈ പൊളിക്കുന്ന സംബന്ധിച്ചിട്ടുള്ള കാര്യം, സമാധി പൊളിച്ച് പരിശോധന നടത്തുന്നതിനെ ചൊല്ലിയുള്ള ഒരു വിവരവും തന്നെയും ബന്ധപ്പെട്ടവർ തങ്ങളോട് പറഞ്ഞില്ല. തങ്ങളുടെ അച്ഛനോടുള്ള അനീതിയാണ് കാണിക്കുന്നത്. ഇതിന് നടപടി വേണം, രണ്ടു ഭാഗങ്ങൾ കേൾക്കണം. കാരണം പരാതിക്കാർ ആരെന്ന് പോലും നമുക്ക് വ്യക്തമല്ല എന്ന് പറഞ്ഞ വാദങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ ഗോവൻ സ്വാമിയുടെ കുടുംബം രംഗത്തെത്തിയത്. എന്നാലും പോലീസ് ഇതൊന്നും മുഖവിലക്കെടുക്കാതെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയി. RDO ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ നിൽക്കുന്നത്. ഫോറൻസിക് രംഗം വിദഗ്ധർ എല്ലാവരും സ്ഥലത്തുണ്ട്. പക്ഷെ നടപടിക്കായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു കുറച്ച് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഗോവൻ സ്വാമിയുടെ ഭാര്യ സുലോചനയും മക്കളും രംഗത്തെത്തുകയായിരുന്നു. സമാധിയുടെ മുന്നിൽ ഇരുന്നായിരുന്നു പ്രതിഷേധം. ഇത് ഏറെ നേരത്തെ നാടകീയ രംഗങ്ങൾക്ക് വഴിതെളിച്ചു. തുടർന്ന് പോലീസ് വളരെ ശ്രമകരമായി ബലപ്പെടുത്തിയായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് വരുത്തായിരുന്നു ഇവരെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റി. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ വീട്ടിൽ ഇവരെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുകയാണ്, അമ്മയെയും മക്കളെയും മരുമകളെയും. എന്തായാലും അതേസമയം പ്രതിഷേധവുമായി ഒരു വിഭാഗം ആൾക്കാർ രംഗത്തുണ്ട്. ഹൈന്ദവ സംഘടനയിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇത് ഒരു അറിയിപ്പും കൊടുക്കാതെ വന്നു എന്നുള്ളതാണ്. അതേസമയം മറ്റ് നാട്ടുകാരടങ്ങുന്ന ഒരു വിഭാഗം ആൾക്കാർ തങ്ങൾക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയണമെന്ന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ആൾക്കാർ പുറത്ത് പോലീസിന്റെ സംരക്ഷണയിലാണെങ്കിലും അവർ പുറത്ത് ഈ കോമ്പൗണ്ടിന് പുറത്ത് അവരും നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇവിടെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. അസാധാരണമായ ഒരു നടപടിക്രമം തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഇത് കാണാൻ നൂറുകണക്കിന് ആൾക്കാരും എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഹരി, അരുൺ, നിലവിലും സംഘർഷം തുടരുകയാണോ? എന്താണ് സാഹചര്യങ്ങൾ? ഇന്ന് കളക്ടറുടെ ഉത്തരവും വന്നിട്ടുണ്ടല്ലോ, തുറന്ന് പരിശോധിക്കുമെന്നത് സംബന്ധിച്ച്. ആ നടപടിക്രമവുമായി മുന്നോട്ട് പോകാൻ ഉടനെ തന്നെ ഉണ്ടാവും? തീർച്ചയായും നടപടിക്രമമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം കല്ലറ, ഏതാനും നിമിഷങ്ങൾക്കകം ഒരുപക്ഷെ കല്ലറ പൊളിച്ചിരിക്കാം. അതിനുള്ള നടപടിയായി പോകുന്നു. അതിന്റെ മുന്നോടിയായി തന്നെയാണ് സമരവുമായി എത്തിയ ഈ പറയുന്ന ഗോവൻ സ്വാമിയുടെ ബന്ധുക്കളെ മാറ്റിയത്. അവരിപ്പോൾ വീട്ടിലാണുള്ളത്. എന്തായാലും നടപടിക്രമവുമായി ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നു. പോലീസ് സംഘവും ഒപ്പം വിദഗ്ധരും, ഫോറൻസിക് വിദഗ്ധരും എല്ലാവരും സ്ഥലത്തെത്തി സമാധി പൊളിക്കാനുള്ള നടപടിയിലേക്ക് തന്നെ പോകുന്നെന്ന് നമുക്ക് പറയാം. ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ വാക്കുകൾ എന്താണ്? പോലീസുമായുള്ള സംഘർഷത്തിനിടയിൽ അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വാദം ഇത് തന്നെയാണ്. അവർ ഉന്നയിക്കുന്ന വാദം, ഈ പറയുന്ന ആൾക്കാരുടെ വാദം എന്ന് പറയുന്നത് ഒരു രണ്ട് പക്ഷമാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന്, കല്ലറ പൊളിച്ച് ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സമാധി എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് സംഭവിച്ചത്, അതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് തങ്ങൾക്കറിയണോ എന്നുള്ള വാദവുമായി ഈ പറയുന്ന ഒരു വിഭാഗം രംഗത്തെത്തിക്കുന്നു. അതാണ് കൂടി നിൽക്കുന്ന ഒരു പക്ഷം. അതേസമയം മറ്റൊരു പക്ഷം പറയുന്നത് ഇത് ഞങ്ങളോടൊന്നും ചോദിക്കാതെ ഒരു ഏകപക്ഷീയമായ ചില താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ നടപടിക്രമമാണ് ഇതിന്റെ പിന്നിൽ. അത് തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടും. ഒരുപക്ഷെ അത് നമ്മൾ നിയമ പോരാട്ടത്തിൽ ഉൾപ്പെടെ നമ്മൾ പോകാൻ തയ്യാറാണ്. കാരണം ഇത് സമാധി ഇരുന്നതാണ്. സമാധി ഇരുന്നിടം ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ, അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു പരാതി ഇല്ലാതെ, അല്ലെങ്കിൽ വ്യക്തമായ ഒന്നുമില്ലാതെ തന്നെ, അല്ലെങ്കിൽ ഞങ്ങളോട് പോലും അതിനോട് ചോദിക്കാതെ ഒരു നടപടി നടത്തുന്ന പോലീസ് നടപടി അതൊട്ടും സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലും ഒരു കൂട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെയുള്ള മറ്റൊരു വിഭാഗം. ഒപ്പം കാഴ്ചക്കാരായും ധാരാളം പേരുണ്ട്. അവർക്ക് നിഷ്പക്ഷമായി കാര്യങ്ങൾ എന്തറിയണമെന്നുള്ള നിലപാടിലാണ് ഹരി ഇവിടെ ഇപ്പോൾ ഉള്ളത്. എന്തായാലും സമാധി കല്ലറ പൊളിക്കാനുള്ള ശ്രമങ്ങൾ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാര്യയും മക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് അരുൺ മോഹൻ നൽകിയത്.
പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ അറസ്റ്റ്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലുണ്ടായിരുന്ന 4 പേരുടെയും മറ്റൊരു പ്രതിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 39ആയി. 29 എഫ്ഐആറുകളും രജിസ്റ്റർ ചെയ്തു. വിദേശത്തും മറ്റ് സംസ്ഥാനത്തുമുള്ള പ്രതികളെ കണ്ടെത്തുന്നതിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ. സ്പീക്കർ AN ഷംസീറിന് അൻവർ രാജിക്കത്ത് കൈമാറി. നിയമസഭയിലെ കാലാവധി അവസാനിക്കാൻ 1 വർഷത്തിലധികം ബാക്കി നിൽക്കെയാണ് രാജി. നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും കോൺഗ്രസിനെ നിരുപാധികം പിന്തുണയ്ക്കുമെന്നും അൻവർ. പിണറായി സത്തിനെതിരെയുള്ള അവസാന ആണിയായി ഉപതെരഞ്ഞെടുപ്പ് മാറണമെന്നും അൻവർ. പി ശശിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് CPM നേതാക്കളുടെ ആവശ്യപ്രകാരമെന്ന സൂചന നൽകി PV അൻവർ. പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആവശ്യം. താഴെ തട്ടിൽ നിന്ന് കാര്യങ്ങൾ ഉയർന്നു വരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതോടെ ഇതേ നേതാക്കൾ ഫോൺ എടുക്കാതെയായെന്നും അൻവർ. VD സതീശനെതിരെ നിയമസഭയിൽ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നിർദ്ദേശപ്രകാരമെന്ന് PV അൻവറിന്റെ വെളിപ്പെടുത്തൽ. നിങ്ങൾ തന്നെ ഉന്നയിക്കണമെന്ന് ശശി ആവശ്യപ്പെടുകയായിരുന്നു. സ്പീക്കറുടെ അനുമതിയോടെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചത്. പാർട്ടി ഏൽപ്പിച്ച ഭാരം നിറവേറ്റുകയായിരുന്നുവെന്നും അൻവർ പറഞ്ഞു. VD സതീശനുണ്ടായ മാനഹാനിക്ക് അൻവർ മാപ്പ് ചോദിച്ചു. അപേക്ഷ സതീശൻ സ്വീകരിക്കണമെന്നും അൻവർ. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച് PV അൻവർ. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുന്ന VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ പരിഹസിച്ചു. ആര്യാടൻ ഷൗക്കത്ത് ആരാണെന്നും സിനിമാ സംവിധായകനോ സാംസ്കാരിക സംഘടനാ നേതാവോ അല്ലേ എന്നുമായിരുന്നു പരിഹാസം. ജോയ് സ്ഥാനാർത്ഥിയായാൽ 40,000 വോട്ടിന് ജയിക്കുമെന്നും അൻവർ. അതേസമയം PV അൻവറിന്റെ പരിഹാസത്തിന് മറുപടിയുമായി ആര്യാടൻ ഷൗക്കത്ത്. ആരാണ് ഷൗക്കത്ത് എന്ന് ആളുകൾക്ക് അറിയാം. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ജോയിയുമായി ഒരു തർക്കവുമില്ല. UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും സ്ഥാനാർത്ഥി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത്. അൻവറുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM ഇക്കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നില്ല. ചോദ്യം ഒരുപാടുണ്ടെങ്കിലും അൻവർ UDFിലാണെന്ന് MV ഗോവിന്ദൻ. അൻവറിന്റെ രാജി ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. അൻവറിന് ജനപിന്തുണ ഇല്ല. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം സജ്ജമെന്നും അനിൽ. ജീവനൊടുക്കിയ വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് MN വിജയന്റെ കുടുംബത്തെ സന്ദർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് പാർട്ടിയിലെ ഉൾപോരാണ് വിജയനും മകനും ജീവനൊടുക്കാൻ കാരണം. ആവശ്യമെങ്കിൽ കുടുംബത്തെ CPM സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ. എറണാകുളം അതിരൂപത സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ച് വൈദികർ മടങ്ങി. ആർച്ച് ബിഷപ്പും ജോസഫ് പാംബ്ലാനിയും സത്യാഗ്രഹം അനുഷ്ഠിച്ചിരുന്ന 21 വൈദികരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി. പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ജോർജ് ആലഞ്ചേരിയും ബോസ്കോ പുത്തൂരും ആൻഡ്രൂസ് താഴ്ത്തുമെന്ന് വൈദികർ. ഈ മാസം 20-ന് തുടർ ചർച്ച നടക്കും. മകരവിളക്കിന് ഒരുങ്ങി ശബരിമല സന്നിധാനം. നാളെ വൈകുന്നേരം 5 മണിയോടെ തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിയിൽ സ്വീകരിക്കും. വൈകുന്നേരം 6:30 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് പിന്നാലെ മകരവിളക്ക്. മകരജ്യോതി ദർശിച്ച ശേഷം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ലെന്ന് ജില്ലാ കളക്ടർ B വിഘ്നേശ്വരി. വന്യമൃഗങ്ങളുടെ സഞ്ചാരപാതയിൽ രാത്രിയാത്ര ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. തീർത്ഥാടകർ പുല്ലുമേട്ടിൽ മകരവിളക്ക് ദർശിച്ച ശേഷം തിരികെ സത്രത്തിലേക്ക് മടങ്ങണം. അടുത്ത ദിവസം രാവിലെ മാത്രമേ സന്നിധാനത്തേക്ക് യാത്ര അനുവദിക്കാനാവൂ എന്നും കളക്ടർ. കേക്ക് വിവാദത്തിൽ സാദിഖ് അലി തങ്ങളെ വിമർശിച്ച ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ നടപടി ആവശ്യപ്പെട്ട സമസ്തയിലെ ലീഗ് അനുകൂലികൾ. സംഘടനാ പദവികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾക്ക് കത്ത്. ഹമീദ് ഫൈസിയുടെ വിമർശനത്തിന് മറുപടിയുമായി സാദിഖ് അലി തങ്ങൾ. ആരെങ്കിലും ക്ഷണിച്ചാൽ പോകുക, തരുന്നത് ഭക്ഷിക്കുക, കുഴിമന്തി തന്നെ വേണമെന്ന് പറയരുതെന്ന് മറുപടി. പക്വതയില്ലാത്ത വാക്കുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കരുതിയിരിക്കണമെന്നും സാദിഖ് അലി തങ്ങൾ. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പ്രദേശവാസിയുടെ ആടിനെ കടുവ കൊന്നു. കടുവയ്ക്കായി കൂടുവെച്ച് വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആടിനെ കൊന്നത്. ഇതോടെ ഒരാഴ്ചക്കിടെ
കടുവ കൊന്ന വളർത്തുമൃഗങ്ങളുടെ എണ്ണം 3 കടുവയെ പിടികൂടാനാകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. വയനാട് അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ കൂടിനടുത്ത് വരെ എത്തിയെന്ന് സ്ഥിരീകരിച്ച DFO അജിത് കെ രാമൻ. എന്നാൽ കേബിളിൽ തട്ടി കൂട് അടഞ്ഞു. കടുവയുടെ ദൃശ്യം തെർമൽ ക്യാമറയിൽ പതിഞ്ഞു. വീണ്ടും ഇവിടെ എത്താൻ സാധ്യതയുണ്ടെന്നും DFO. പ്രദേശവാസികൾക്ക് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നും DFO. കടുവാ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ സ്കൂളുകൾക്ക് പ്രാദേശിക അവധി. അമരക്കുനി, കാപ്പി സെറ്റ്, ദേവർ ഗദ്ദ മേഖലകളിലെ സ്കൂളുകൾക്ക് അവധി നൽകി. പത്തനംതിട്ട മൂക്കന്നൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. 12 വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട്. ഡ്രൈവർക്കും പരിക്ക് പറ്റി. ആരുടെയും നില ഗുരുതരമല്ല. ബസ് നിയന്ത്രണം വിട്ടാണ് അപകടം സംഭവിച്ചത്. ജ്ഞാനഗുരുകുലം സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത്. സംസ്ഥാനത്ത് 6 ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലാണ് അവധി ബാധകമാകുന്നത്. തൈപ്പൊങ്കൽ കണക്കിലെടുത്താണ് അവധി. തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചു. പട്ടിക്കാട് സ്വദേശിനി അലീനയാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. 3 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ചികിത്സയിലുള്ളത് പട്ടിക്കാട് സ്വദേശികളായ ആൻ ഗ്രേസ്, എറിൻ, പീച്ചി സ്വദേശി നിമ എന്നിവർ. വടകര അഗ്ലോത്ത് നട ശ്മശാന റോഡിന് സമീപം വാഴത്തോട്ടത്തോട് ചേർന്ന് മധ്യവയസ്കന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ മരിച്ചത്. ചേറോട് മലോൽ മുക്കിനടുത്ത് ചന്ദ്രനാണ്. മൃതദേഹത്തിന് അടുത്തുനിന്ന് മൊബൈൽ ഫോണും കത്തും ലഭിച്ചു. വടകര പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ യുവതിയെ കൊന്ന് മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. വിളപ്പിൽശാല പോലീസും തമ്പാനൂർ പോലീസും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം മുൻ വൈരാഗ്യത്തിന്റെ കാരണം എന്തെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഇല്ലായ്മ തുടരുകയാണ്. കൊല്ലം കടപ്പാക്കടയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. കടപ്പാക്കട ഭാവന നഗർ സ്വദേശി ഫിലിപ്പാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്തും അയൽവാസിയുമായ മനോജിനെ പോലീസ് പിടികൂടി. കൊലപാതകത്തിൽ കലാശിച്ചത് വളർത്തുനായയെ കല്ലെറിഞ്ഞത് ചോദ്യം ചെയ്തതോടെ ഉണ്ടായ തർക്കത്തിൽ. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. കാൽവിരലുകളുടെ പഴുപ്പ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അത്തോളി സ്വദേശി രാജൻ ഗുരുതരാവസ്ഥയിൽ ആയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കുടുംബം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് കുടുംബം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ നേരിയ മഴ പെയ്തേക്കുമെന്ന് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലർട്ട്. സമരം നടത്തി സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ. എലത്തൂർ HPCL ഡിപ്പോയിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് ഭാരവാഹികളെ ടാങ്കർ ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധം. നിക്ഷേപം നടത്തുന്നയാൾക്ക് അയാളുടെ സമ്പാദ്യം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേരളം മാതൃകാ നിക്ഷേപക സംരക്ഷണ നിയമം നടപ്പാക്കണമെന്ന് ശശി തരൂർ MP. പ്രവാസികളിൽ പലരും കേരളത്തിൽ നിക്ഷേപം നടത്താൻ ഭയക്കുകയാണ്. മറ്റുള്ളവരുടെ സമ്പാദ്യം തട്ടിയെടുക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന രീതികൾ കേരളത്തിൽ ഇല്ലാതാക്കാൻ ഇത് ആവശ്യമാണെന്നും കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സംവാദത്തിൽ പങ്കെടുത്ത് തരൂർ. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇന്ന് അവസാനിക്കും. ഈ മാസം 7-ന് ആരംഭിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മിക്ക സ്റ്റാളുകളിലും അനുഭവപ്പെട്ടത് വൻ തിരക്കാണ്. വൈകുന്നേരം 3:30 നടക്കുന്ന സമാപന ചടങ്ങ് നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ വാർത്തകൾ. ഛത്തീസ്ഗഡിലെ സുക്മയിൽ 10 വയസ്സുകാരിക്ക് IED സ്ഫോടനത്തിൽ പരിക്ക്. തിമ്മപുരം ഗ്രാമത്തിലായിരുന്നു സംഭവം നടന്നത്. മാവോയിസ്റ്റുകളാണ് ബോംബ് സ്ഥാപിച്ചിരുന്നത്. കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് ചിന്തൽമാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം 2 പോലീസുകാർക്കും മാവോയിസ്റ്റുകളുടെ IED ബോംബ് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റു. പൊങ്കൽ ഉൾപ്പെടെ വിവിധ വിളവെടുപ്പ് ഉത്സവങ്ങൾക്കുള്ള ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോഹ്രി, മകരസംക്രാന്തി, മാഘ ബിഹു
എന്നിവയും പൊങ്കൽ ദിവസം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നുണ്ട്. ഈ പുണ്യദിനങ്ങളിൽ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നേരുന്നുവെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഇത്തരം ഉത്സവങ്ങൾ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകങ്ങളാണെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഡൽഹിയിൽ കനത്ത മഞ്ഞുവീഴ്ച തുടരുന്നു. മികച്ച മിക്ക ട്രെയിനുകളും സർവീസ് നടത്തുന്നത് വൈകി. വിമാന സർവീസുകളെയും ബാധിച്ചു. യാത്രാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് നിർദ്ദേശം. ഡൽഹിക്ക് പിന്നാലെ ചെന്നൈ നഗരത്തിലും കടുത്ത പുകമഞ്ഞ് സാന്നിധ്യം. 33 വിമാന സർവീസുകൾ വൈകി. ദക്ഷിണേന്ത്യൻ നഗരങ്ങളായ ചെന്നൈ, തിരുപ്പതി, തിരുച്ചിറപ്പള്ളി എന്നീ നഗരങ്ങളിലേക്കുള്ള യാത്രക്കാർ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് എയർ ഇന്ത്യ. മഹാകുംഭമേളയ്ക്ക് ആരംഭം. ഷാഹി സ്നാൻ ദിവസമായ ഇന്ന് കുംഭമേളയുടെ ഏറെ വിശേഷപ്പെട്ട ദിനമാണ്. പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുന്നത് കോടിക്കണക്കിന് ഭക്തർ. മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിച്ച് നടന്ന ഘോഷയാത്രയ്ക്ക് ലഭിച്ചത് വൻ വരവേൽപ്പ്. യാത്രയെ സ്വീകരിച്ചത് സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥരും സ്വാമിമാരും. ജാർഖണ്ഡ്, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നാടൻ കലാകാരന്മാരും ഘോഷയാത്രയിൽ പങ്കെടുത്തു. കർണാടകയിൽ പശുക്കളുടെ അകിട് അറുത്തുമാറ്റിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. സയ്യിദ് നസ്രു എന്ന 30 വയസ്സുകാരനാണ് പിടിയിലായത്. ഇയാൾ മദ്യലഹരിയിലാണ് അക്രമം നടത്തിയതെന്ന സൂചന. സയ്യിദിനെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബംഗളൂരു പോലീസ് കമ്മീഷണർ ബി ദയാനന്ദയുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടന്നത്. സംഭവത്തിൽ BJP പ്രതിഷേധിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ടെമ്പോയും ട്രക്കും കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ഇവരിൽ പലരുടെയും നില ഗുരുതരമെന്ന് റിപ്പോർട്ട്. ദ്വാരക സർക്കിളിൽ ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു അപകടം. 16 പേർ സഞ്ചരിച്ചിരുന്ന ടെമ്പോയാണ് ട്രക്കുമായി കൂട്ടിയിടിച്ചത്. യാത്രക്കിടെ ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും മുന്നിലുള്ള വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. അന്തർദേശീയ വാർത്തകൾ. ലോസ് ഏഞ്ചൽസിൽ തീപിടുത്തത്തിൽ മരണം 24ആയി. കാട്ടുതീ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്ന് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ സാന്റ ആന എന്ന വരണ്ട കാറ്റ് കൂടുതൽ മേഖലകളിലേക്ക് വീശിയടിക്കും. 120 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനം. ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയെ തുടർന്ന് ബ്രിട്ടനിലെ വെയിൽ രാജകുമാരി മെഖാന്റെ നെറ്റ്ഫ്ലിക്സ് ഷോ മാറ്റിവെച്ചു. നെറ്റ്ഫ്ലിക്സ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഗാസ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘം ഖത്തറിൽ. ബന്ദികളുടെ മോചനവും ചർച്ചയാകും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡനാണ് സമ്മാനിച്ചത്. വൈറ്റ് ഹൌസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എല്ലാവരോടുമുള്ള സ്നേഹം സമാനതകളില്ലാത്തതാണെന്നും ജോ ബൈഡൻ. ഡൈവേഴ്സിറ്റി റോൾ ബാക്ക് കോളിനെതിരെ ആപ്പിൾ. DEAI പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ വോട്ട് ചെയ്യാൻ നിക്ഷേപകരോട് ആപ്പിളിന്റെ ആഹ്വാനം. യാഥാസ്ഥിതിക ഗ്രൂപ്പായ NCPPR ആപ്പിളിനോട് DEAI പ്രോഗ്രാമുകൾ നിർത്തലാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെയാണ് ആപ്പിളിന്റെ നിർദ്ദേശം. സിറിയക്കെതിരായ ഉപരോധം നീക്കുന്നതിൽ തീരുമാനമെടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ ജനുവരിയിൽ യോഗം ചേരും. സൗദി അറേബ്യയിൽ നടന്ന മധ്യേഷ്യയിലെ നേതാക്കളുടെയും യൂറോപ്പിലെ വിദേശകാര്യ മന്ത്രിമാരുടെയും യോഗത്തിലാണ് തീരുമാനം. ബഷർ അൽ അസദ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയതിനു ശേഷമുള്ള ആദ്യത്തെ യോഗമാണ്. താലിബാൻ സ്ത്രീകളെ മനുഷ്യരായി കാണുന്നില്ലെന്ന് മലാല യൂസഫ്സായി. സ്ത്രീകളെ അടിച്ചമർത്തുന്ന താലിബാൻ ഭരണകൂടത്തിനെതിരെ മുസ്ലിം നേതാക്കൾ പ്രതികരിക്കണമെന്നും മലാല പറഞ്ഞു. ഇസ്ലാമിക രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ പാകിസ്ഥാനിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മലാല. റഷ്യയുടെ പിടിയിലായ യുക്രൈനിയൻ സൈനികരെ മോചിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചാൽ യുക്രൈന്റെ പിടിയിലായ ഉത്തര കൊറിയൻ സൈനികരെ കൈമാറാമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. പിടിയിലായ 2 ഉത്തര കൊറിയൻ സൈനികരെ ചോദ്യം ചെയ്യുന്ന ദൃശ്യം സെലൻസ്കി പുറത്തുവിട്ടു. റഷ്യൻ സൈന്യത്തിനൊപ്പം 11,000 ഉത്തര കൊറിയൻ സൈനികരും കുർസുക് മേഖലയിൽ യുക്രൈനെ നേരിടാൻ യുദ്ധമുഖത്തുണ്ടെന്ന് ആരോപണം.
ക്രൊയേഷ്യൻ പ്രസിഡന്റ് സ്ഥാനത്ത് സൊറൻ മിലാനോവിച്ചിന് വീണ്ടും ജയം. മൊത്തം വോട്ടിന്റെ 76.6% മിലാനോവിച്ചിനാണ്. എതിർ സ്ഥാനാർത്ഥി ഡ്രാഗൺ പ്രിമോക്കറിന് 25.3% വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും കടുത്ത വിമർശകനാണ് മിലാനോവിച്ച്. ലോകത്തെ ആശങ്കയിലാക്കിയ HMPV ബാധയിൽ വിശദീകരണവുമായി ചൈന. രോഗബാധയുടെ നിരക്ക് കുറയുകയാണെന്ന് ചൈനീസ് ആരോഗ്യവകുപ്പ്. HMPV പുതിയ വൈറസ് അല്ലെന്നും വർഷങ്ങളായി മനുഷ്യരിൽ ഉണ്ടെന്നും വിശദീകരണം. വൈറസ് കേസുകൾ ഇപ്പോൾ കൂടിയത് കൂടുതൽ പരിശോധനകൾ നടത്തുന്നതുകൊണ്ടെന്നും ചൈന. റഷ്യൻ അതിർത്തിയിൽ ഉക്രൈൻ സൈന്യത്തിന്റെ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന വടക്കാഞ്ചേരി സ്വദേശി ജയിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മോസ്കോയിലെ ആശുപത്രിയിൽ ജയിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. ജീവൻ തിരികെ ലഭിച്ചത് ഭാഗ്യം കൊണ്ടാണെന്ന് വാട്സാപ്പ് സന്ദേശത്തിൽ ജയിൻ പറഞ്ഞു. അതേസമയം ഒപ്പമുണ്ടായിരുന്ന ബിനിലിനെ സംബന്ധിച്ച ഒരു സൂചനകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. നോക്കാം കായിക വാർത്ത. സ്പാനിഷ് സൂപ്പർ കപ്പ് ബാഴ്സലോണയ്ക്ക്. എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ 2-നെതിരെ 5 ഗോളുകൾക്കാണ് ബാഴ്സയുടെ ജയം. 5-ാം മിനിറ്റിൽ എംബാപ്പയുടെ ഗോളിലൂടെ റയൽ മാഡ്രിഡ് മുന്നിലെത്തിയെങ്കിലും ആദ്യ പകുതിക്ക് മുന്നേ 4 ഗോളുകൾ മടക്കി ആധിപത്യം ഉറപ്പിച്ച് ബാഴ്സ. ബാഴ്സയ്ക്കായി വലകുലുക്കിയത് യമാൽ, ലെവൻഡോസ്കി, റഫീനിയ, ബാൽഡെ എന്നിവർ. ഹാൻസി ഫ്ലിക്ക് പരിശീലകനായി എത്തിയ ശേഷം ബാഴ്സയുടെ ആദ്യ കിരീട നേട്ടം കൂടിയാണ്. FA കപ്പിൽ ആഴ്സണലിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയതോടെ സമനിലയിലായ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീളുകയായിരുന്നു. ഷൂട്ടൌട്ടിൽ 4 കിക്കുകൾ വലയിലെത്തിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ FCയെ നേരിടും. വൈകിട്ട് 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ജിയോ സിനിമയിൽ തത്സമയം കാണാം. പ്രാദേശിക വാർത്തകൾ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും കൂടുതൽ സൗകര്യമുള്ള സൂപ്പർ മാർക്കറ്റുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്. സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു ഷോപ്പ് പോലും പൂട്ടുകയോ തൊഴിലാളികളെ പിരിച്ചുവിടുകയോ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി. പെരിന്തൽമണ്ണ ഏലംകുളത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കായംകുളത്ത് ഗ്യാസ് ടാങ്കർ മറിഞ്ഞു. ദേശീയപാതയിൽ കായംകുളം കൊറ്റുകുളങ്ങരയിലാണ് അപകടം. മറിഞ്ഞത് മംഗലാപുരത്ത് നിന്ന് പാരിപ്പള്ളിയിലേക്ക് പോയ ലോറി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വെച്ച് താഴ്ചയിലേക്ക് ലോറി തെന്നി വീഴുകയായിരുന്നു. ചോർച്ചയോ മറ്റ് അപകട സാധ്യതകളോ ഇല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമയും എന്ന വിഷയത്തിൽ കൊട്ടാരക്കരയിൽ സെമിനാർ നടന്നു. കൊട്ടാരക്കര ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ചലച്ചിത്ര താരം മാല പാർവതി. ആണും പെണ്ണും ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ ശത്രുതലയിലായാൽ നല്ല സിനിമകൾ ഉണ്ടാകില്ലെന്ന് മാല പാർവതി. പൂർണ്ണമാകും. നമസ്കാരം.